സിസേറിയന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സർജറിക്ക് മുമ്പായി അമ്മയുടെ കയ്യിൽ ഒരു IV ലൈൻ അല്ലെങ്കിൽ ആൻജിയോ കാത്തറ്റർ വഹിക്കുന്നു. ബോഡിയിലേക്ക് ഫ്ലൂയിഡ്സ്, മരുന്നുകൾ, അനസ്തേഷ്യയൊക്കെ വെയിൻ വഴി ഡയറക്റ്റ് എത്തിക്കാനുള്ള ഫ്ലെക്സിബിൾ പൈപ്പാണ്. ശേഷവും ബ്ലാഡറിനുള്ളിലെ മൂത്രം ഒഴിവാക്കാൻ വേണ്ടിയുള്ള മൂത്രനാളം വഴി ഒരു സോഫ്റ്റ് ട്യൂബും വഹിക്കുന്നു. ഇതിനെ ബ്ലാഡർ കാത്തറ്റർ എന്ന് പറയുന്നു. മൂത്രം ഒഴിവാക്കുന്നതോടൊപ്പം യൂറിൻ ഔട്ട്പുട്ട്സ് ഒബ്സർവ് ചെയ്ത് കിഡ്നിയുടെ പ്രവർത്തനം മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. ഓപ്പറേഷൻ ഫീൽഡിലും പേഷ്യന്റിനിടയിലും ഇത്തരം ഒരു മറയും വഹിക്കുന്നു. ചില അനസ്തേഷ്യയിൽ ബോധം പോവില്ല, പക്ഷേ വേദന ഉണ്ടാവുകയില്ല. ഈ സാഹചര്യത്തിൽ അമ്മ സർജറി കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ മറ. സാധാരണ 2 തരം അനസ്തേഷ്യയാണ് നൽകാറുള്ളത്. ഒന്ന് ജനറൽ അനസ്തേഷ്യ. ഈ അനസ്തേഷ്യ നൽകിയാൽ അമ്മ പൂർണ്ണമായും ബോധരഹിതരാകും. ഇത് എമർജൻസി ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. രണ്ടാമത്തേതാണ് റീജിയണൽ അനസ്തേഷ്യ. ഇതാണ് കൂടുതലായും സാധാരണ ഉപയോഗിക്കുന്നത്. ബോഡിയിലെ ചില ഭാഗങ്ങൾ മാത്രം മരവിപ്പിക്കാനാണ് ഈ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് അമ്മയ്ക്ക് ബോധം ഉണ്ടാകും. ശരീരത്തിന്റെ താഴെ ഭാഗങ്ങൾ മരവിച്ചതിനാൽ വേദന ഉണ്ടാകില്ല. റീജിയണൽ അനസ്തേഷ്യ ഇഞ്ചക്ട് ചെയ്യുന്നത് ബാക്ക് സൈഡിലെ സ്പൈനൽ കനാലിലാണ്. അനസ്തേഷ്യ നൽകിയതിനു ശേഷം സർജറി ചെയ്യുന്ന ഡോക്ടർ അടിവയറിലെ സ്കിൻ കട്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും സിറ്റുവേഷൻ അനുസരിച്ച് ഈ കട്ട് ഇടാറുണ്ട്. കൂടുതലായും ക്യൂബിക് ബോണിന്റെ മേലിലായി ഹൊറിസോണ്ടൽ ഇൻസിഷൻ ആണ് ചെയ്യുന്നത്. ഇതിനെ ബിഗിനി കട്ട് എന്ന് ചിലർ പറയാറുണ്ട്. സ്കിൻ കട്ട് ചെയ്തതിന് ശേഷം ഫാറ്റ്, മസിൽ ലെയർ, പെരിറ്റോണിയൽ ലെയർ കട്ട് ചെയ്യുന്നു. യൂറിനറി ബ്ലാഡർ സേഫായി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവ്വം സൈഡിലേക്ക് തള്ളി വെക്കും. ഗർഭാശയത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അമ്നിയോട്ടിക് സാക്ക് ഓപ്പൺ ചെയ്ത് മെല്ലെ കുട്ടിയെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എബ്ലിക്കറ്റ് കോഡ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ഒബ്സർവിന് വേണ്ടി ചൂടുള്ള ടവലിൽ പൊതിഞ്ഞു വെക്കും. പ്ലസന്റ ശ്രദ്ധാപൂർവ്വം എടുത്തു മാറ്റുന്നു. അതിനുശേഷം സർജിക്കൽ ടീം കട്ട് ചെയ്ത ഓരോ ലെയർ തുന്നി വെക്കുന്നു. ഈ C-സെക്ഷൻ സർജറി ചെയ്യാനെടുക്കുന്ന ആകെ സമയം 15 മുതൽ 30 മിനിറ്റാണ്. പ്രസവം കഴിഞ്ഞ അമ്മ റിക്കവർ ചെയ്യാനായി 4 മുതൽ 7 ദിവസം വരെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. 8 മുതൽ 12 ദിവസം കൊണ്ട് മുറിവുകൾ ഉണങ്ങുന്നു. കാലക്രമേണ മുറിവുണ്ടാക്കിയ പാടുകൾ തിന്നാവുകയും ശരീരത്തിന്റെ നിറത്തിലോട്ട് മാറുകയും ചെയ്യുന്നു. സോ ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, until then